ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോളിൽ കേരളത്തിനു വേണ്ടി കളത്തിലിറങ്ങിയ മഹാരാഷ്ട്രയുടെ റെയിൽവേ മലയാളി താരം സ്മൃതി രാധാകൃഷ്ണൻ ജോലി അപേക്ഷയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി. ഇന്ത്യൻ ടീം നായികയായ സ്മൃതി ഗെയിംസിൽ കേരള ടീമിനൊപ്പം കപ്പുയർത്തിയതോടെ നിലവിലെ ജോലിസ്ഥലത്ത് പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഭയത്തിലാണ്. 6ാം തരത്തിൽ പഠിക്കുമ്പോൾ ബാസ്കറ്റ്ബോൾ കോർട്ടിലിറങ്ങിയ കോഴിക്കോട് വടകര സ്വദേശി സ്മൃതി കളിമിടുക്കിന്റെ കരുത്തിൽ ജോലിയും സമ്പാദിച്ചു. തന്റെ 17ാം വയസ്സിൽ വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലേക്ക് വണ്ടി കയറിയ ഈ താരം നിലവിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നു. യൂത്ത്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി രാജ്യാന്തര തലം വരെ മികവ് പ്രകടിപ്പിച്ച സ്മൃതി ദേശീയ ഗെയിംസിൽ ജനിച്ചു വളർന്ന നാടിനൊപ്പം കളത്തിലിറങ്ങി കപ്പുമുയർത്തി. സംസ്ഥാന ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ നിർബന്ധപ്രകാരം 10ാം നമ്പർ ജേഴ്സിയിൽ കളം നിറഞ്ഞ താരം ഇവിടെ ഒരു ജോലി അപേക്ഷയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലും എത്തി. കളം മാറി ചവിട്ടിയതോടെ നിലവിലെ ജോലി സ്ഥലത്ത് പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഭയവും സ്മൃതിയുടെ വാക്കുകളിൽ ഉണ്ട്. കേരളത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ട് റെയിൽവേ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ്. അപ്പം മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളിക്കാതെയാണ് ഇവിടെ വന്നിരുന്നത്. അപ്പം റെയിൽവേയിൽ ഇനി എന്താണ്, നല്ല പോസ്റ്റിലാണ്, നിലവാരമുള്ള ജോലിയാണ്. അതേ ഒരു നിലവാരമുള്ള ഇവിടെ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കിവിടെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. ഗെയിംസിലെ വ്യക്തിഗത ഇനങ്ങളിൽ മികവ് പുലർത്തുന്നവരെ സർക്കാർ ജോലിക്കായി പരിഗണിക്കുമ്പോൾ ഗ്രൂപ്പ് ഇനങ്ങളിലെ താരങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു പരാതിയും ഈ രാജ്യാന്തര താരം പങ്കുവയ്ക്കുന്നു. സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന സ്മൃതി പരിഗണിക്കാം എന്ന മുഖ്യമന്ത്രിയുടെ വാക്കിൽ പ്രതീക്ഷയോടെ മടങ്ങി. ക്യാമറാമാൻ ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ, കണ്ണൂർ.